IPL-ലെ കിടിലൻ പ്രകടനത്തിലൂടെ ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ച രാജസ്ഥാൻ റോയൽസ് താരം വൈഭവ് സൂര്യവംശിയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല. 35 പന്തിൽ സെഞ്ചുറി നേടി പല റെക്കോർഡുകളും സ്വന്തം പേരിലേക്ക് മാറ്റിയെഴുതിയ താരം ഇതിഹാസങ്ങളുടെ അടക്കം പ്രശംസയും ഏറ്റുവാങ്ങിയിരുന്നു. രാജസ്ഥാൻ റോയൽസിന്റെ വജ്രായുധമെന്ന് ആരാധകർ വിശേഷിപ്പിക്കുന്ന ഈ 14-കാരനെ സംരക്ഷിക്കണമെന്ന് BCCIക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ മുൻ ഇന്ത്യൻ പരിശീലകൻ ഗ്രെഗ് ചാപ്പൽ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന 3 താരങ്ങളായ സച്ചിൻ ടെണ്ടുൽക്കർ, വിനോദ് കാംബ്ലി, പൃഥ്വി ഷാ എന്നിവരുടെ ക്രിക്കറ്റ് യാത്രകളെക്കുറിച്ച് ഒപ്പം ചാപ്പൽ പറയുന്നുണ്ട്. ക്രിക്കറ്റ് ലോകം യുവതാരങ്ങളുടെ പിറവി സ്ഥിരമായി കാണുന്നുണ്ട്. 16-ാം വയസ്സിൽ അരങ്ങേറ്റം കുറിച്ചതിന് ശേഷം സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റ് കണ്ട ഏറ്റവും മികച്ച ബാറ്റ്സ്മാനായി മാറിയെങ്കിലും ആ സമയത്ത് തിളങ്ങി നിന്ന വിനോദ് കാംബ്ലി, പൃഥ്വി ഷാ തുടങ്ങിയവർ വളരെ വേഗം നിറമങ്ങിപ്പോയെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാംബ്ലി വളരെ കഴിവുള്ള ആളായിരുന്നിട്ടും പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിന്ന് പെട്ടെന്ന് താഴെ വീണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. 2018-ൽ ഇന്ത്യയെ അണ്ടർ-19 ലോകകപ്പ് കിരീടത്തിലേക്ക് നയിച്ചതും വലിയ പ്രതീക്ഷകളോടെ സീനിയർ ടീമിനായി അരങ്ങേറ്റം കുറിച്ചതുമായ പൃഥ്വി ഷാ കളിക്കളത്തിന് പുറത്തുള്ള പ്രശ്നങ്ങൾ, ഫിറ്റ്നസ് കുറവുകൾ, മോശം അച്ചടക്കം എന്നിവ കാരണം തന്റെ കരിയറിൽ മങ്ങലേൽപ്പിക്കുകയായിരുന്നു. വൈഭവ് സൂര്യവംശിയുടെ യഥാർത്ഥ വെല്ലുവിളി അദ്ദേഹത്തിന്റെ കരിയർ പാത കൈകാര്യം ചെയ്യുന്നതിലാണെന്നും അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി കൃത്യമായ വികസന പദ്ധതി ഉറപ്പാക്കണം എന്നുമാണ് ചാപ്പൽ BCCIയോട് ആവശ്യപ്പെട്ടത്. ഇത്രയും ചെറുപ്പത്തിൽ തന്നെ പ്രശസ്തി നേടാൻ സഹായിക്കുന്നതിന് മാനസിക ആരോഗ്യ പിന്തുണ, പരിശീലനം, ഫിറ്റ്നസ് കണ്ടീഷനിങ്, മെന്റർ മാർഗനിർദ്ദേശം എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തണം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. IPL മെഗാ താരലേലത്തിൽ രാജസ്ഥാൻ റോയൽസ് 1.1 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ താരമാണ് വൈഭവ് സൂര്യവംശി. സഞ്ജു സാംസൺ പരിക്കിനെ തുടർന്ന് പ്ലേയിങ് 11-ൽ നിന്ന് പുറത്തായതോടെയാണ് ഈ 14-കാരൻ രാജസ്ഥാൻ റോയൽസിന്റെ പ്ലേയിങ് 11-ൽ ഇടം പിടിക്കുന്നത്. IPL-ൽ രാജസ്ഥാന്റെ 8ാമത്തെ മത്സരം മുതലാണ് വൈഭവ് ഓപ്പണറായി മൈതാനത്തിറങ്ങുന്നത്. നേരിട്ട ആദ്യ പന്ത് തന്നെ സിക്സറിന് പറത്തിയ 14-കാരൻ തുടക്കത്തിൽ തന്നെ ഞെട്ടിച്ചു. ഗുജറാത്ത് ടൈറ്റൻസുമായുള്ള മത്സരത്തിൽ വൈഭവ് ഭയമൊട്ടുമില്ലാതെ പന്തുകളെ നേരിട്ടപ്പോൾ ഗുജറാത്തിന്റെ ടോപ്പ് ബൗളർമാർ വെള്ളം കുടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇത്തരത്തിൽ ബാറ്റുകൊണ്ട് എല്ലാവരെയും ഞെട്ടിച്ച വൈഭവ് സൂര്യവംശി കഴിഞ്ഞ ദിവസം പന്തുകൊണ്ടും ആരാധകരെ ഞെട്ടിച്ചിരുന്നു. 1-ൽ കൂടുതൽ റെക്കോർഡുകൾ കുറിച്ചാണ് അന്ന് വൈഭവ് പുറത്തായത്. ഏറ്റവും വേഗത്തിൽ IPL-ൽ സെഞ്ചുറി നേടുന്ന 2ാമത്തെ താരം, IPL-ൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരൻ തുടങ്ങിയ റെക്കോർഡുകൾ വൈഭവ് നേടി. 2013-ലെ IPL-ൽ പൂനെ വാരിയേഴ്സിനെതിരെ ക്രിസ് ഗെയിലിന്റെ 30 പന്തിൽ നിന്നുള്ള സെഞ്ചുറിക്ക് ശേഷം IPL-ലെ ഏറ്റവും വേഗതയേറിയ 2ാമത്തെ സെഞ്ചുറി കൂടിയായിരുന്നു വൈഭവിന്റേത്. അടുത്ത മത്സരത്തിന് മുമ്പ് പരിശീലനം നടത്തുന്ന രാജസ്ഥാൻ റോയൽസ് താരങ്ങളുടെ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. ഇവിടെയാണ് സഹതാരങ്ങളെ പോലും ഞെട്ടിച്ച് വൈഭവ് സൂര്യവംശി പന്തെറിഞ്ഞ് സ്റ്റംപ് തന്നെ തകർത്തത്. രാജസ്ഥാൻ റോയൽസ് തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ച വീഡിയോ ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു. താനൊരു ബാറ്റർ മാത്രമല്ല, നന്നായി പന്തെറിയുന്ന ഒരു ബൗളർ കൂടിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് വൈഭവ്. രാജസ്ഥാൻ റോയൽസ് 1 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ ഒരു ഓൾറൗണ്ടർ ആണ് ഇതെന്നാണ് വീഡിയോ കണ്ട ആരാധകർ ഒരേ സ്വരത്തിൽ പറയുന്നത്. പന്തെറിഞ്ഞ് സ്റ്റംപ് തകർക്കുന്ന വൈഭവിനെ ഞെട്ടലോടെ നോക്കുന്ന സഹതാരങ്ങളെയും ഗ്രൗണ്ട് സ്റ്റാഫുകളെയും വീഡിയോയിൽ കാണാം. ഇതോടെ വൈഭവിനെ ഇനി പന്തെറിയാനും റോയൽസ് ഇറക്കുമോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. എന്തായാലും IPL 2025-ൽ വമ്പൻ തോൽവിയുമായി രാജസ്ഥാൻ റോയൽസ് പ്ലേ ഓഫ് കാണാതെ പുറത്തായി കഴിഞ്ഞു. മുംബൈ ഇന്ത്യൻസ് 100 റൺസിന് റോയൽസിനെ തകർത്ത മത്സരത്തിന് പിന്നാലെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് പിന്നാലെ പുറത്താകുന്ന 2ാമത്തെ ടീമായി റോയൽസ് മാറിയത്. റണ്ണടിസ്ഥാനത്തിൽ IPL ചരിത്രത്തിലെ റോയൽസിന്റെ ഏറ്റവും വലിയ 2ാമത്തെ തോൽവിയായിരുന്നു മുംബൈക്കെതിരെ സംഭവിച്ചത്. മുംബൈ 20 ഓവറിൽ 2 വിക്കറ്റിന് 217 റൺസ് എടുത്തിരുന്നു. റോയൽസ് 16.1 ഓവറിൽ 117 റൺസിന് ഓൾ ഔട്ടായി. 11 മത്സരങ്ങളിൽ 8ാം തോൽവിയാണ് ഇതോടെ റോയൽസ് നേരിട്ടത്.